ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കാണിച്ചില്ലേ ചക്കയട. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടുള്ള ഒരു ഷേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി നമ്മുടെ ചക്കക്കുരു എല്ലാം വൃത്തിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-15 എണ്ണം ഉണ്ടാവും. ഇതിൻ്റെ ബ്രൗൺ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല. ബ്രൗൺ തൊലിയിലാണല്ലോ കൂടുതൽ പോഷകങ്ങളുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കളഞ്ഞിട്ടില്ല. നന്നായിട്ട് വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് കുതിർത്ത് വെച്ചിരുന്നു, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വനില ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഇതിനകത്തേക്ക് വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏലക്ക ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പക്ഷേ ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് അരയത്തില്ല. അതുകൊണ്ട് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഷേക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്താം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വനില ഐസ്ക്രീം ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചക്കക്കുരു ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. ഇതിനിപ്പോൾ ഒരു ബ്രൗൺ കളറാണ്. ബ്രൗൺ കളർ നമ്മൾ ആ ചക്കക്കുരുവിൻ്റെ തൊലി എടുത്ത് കളഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ബ്രൗൺ കളറാണ്. നമുക്കൊന്ന് കുടിച്ചു നോക്കിയാലോ. സൂപ്പറായിട്ടുണ്ട്. നല്ല ബദാം ഷേക്കൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് കുടിക്കുകയാണ് ഇതുപോലെ ചക്കക്കുരു ഷേക്ക്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ.